ഹലോ, വെൽക്കം ടു മൈ ചാനൽ. കൊതുകും മറ്റ് പ്രാണികളും വീട്ടിൽ വരാതിരിക്കാൻ നമുക്കൊരു മോസ്കിറ്റോ നെറ്റ് എങ്ങനെ വെട്ടി തയ്ച്ച് ഫിക്സ് ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിളും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. ഇതിന് വേണ്ടത് മോസ്കിറ്റോ നെറ്റ്, വെൽക്രോ, മെഷറിംഗ് ടേപ്പ്, റബ്ബർ ബേസ് ഗ്ലോ. ഇതെല്ലാം ഞാൻ ആമസോണിലാണ് വാങ്ങിച്ചത്. നമ്മുടെ അടുത്തുള്ള ഫേർണിഷിംഗ് മെറ്റീരിയൽ ഷോപ്സിലും കിട്ടും. ഇന്ന് എൻ്റെ കിച്ചൺ വിൻഡോയിൽ നിന്നാണ് മെഷർമെൻറ്റ്സ് എടുക്കുന്നത്. നമ്മൾ മെഷർ ചെയ്യുന്നത് ആ വുഡൻ ഫ്രെയിമിൻ്റെ അറ്റം തൊട്ട് ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ എടുക്കണം. കറക്റ്റായിട്ട് എടുക്കണം, അളവ് കറക്റ്റ് ആയിരിക്കണം, അത് ശ്രദ്ധിക്കണം. മെഷർമെൻറ്റ്സ് നീളവും വേണം, വിഡ്ത്തും വേണം. രണ്ട് മെഷർമെൻറ്റ്സും കറക്റ്റായിട്ട് എടുക്കണം. അപ്പം നമ്മൾ എടുത്ത മെഷർമെൻറ്റ്സ് വെച്ചിട്ട് ഈ നെറ്റിൽ മാർക്ക് ചെയ്ത് മുറിച്ചെടുക്കണം. വെൽക്രോ സോഫ്റ്റായിട്ട് ഇരിക്കുന്ന വശം, അത് ലൂപ്സ് എന്നാണ് പറയുന്നത്. അത് കാണുന്ന പോലെ ടേപ്പ് പോലെ രണ്ടൊന്ന് നെറ്റ് ലൂപ്സ് കൊണ്ട്, മറ്റേത് ഹുക്ക് എന്ന് പറയും, റഫായിട്ടുള്ള പീസാണ്. അത് വെച്ച് നമ്മൾ വിൻഡോയിൽ ഒട്ടിച്ച് വെക്കുന്നത്. അത് അപ്പോൾ ഈ ലൂപ്സ് നീളത്തെ നമ്മൾ വെട്ടിയ നെറ്റിൻ്റെ അതേ സൈസിൽ ഓരോ വശത്തും അളന്ന് വെട്ടിയില്ലേ, നെറ്റ് പിടിച്ചുകൊണ്ട് തന്നെ ഈ ലൂപ്പും കൂടെ വെച്ച് മുറിച്ചെടുക്കാം. ഇതുപോലെ വേണം നമ്മൾ ആ വെൽക്രോ നെറ്റിൽ പിടിച്ച് അളന്നെടുക്കാൻ. എന്നിട്ട് ആ കറക്റ്റ് അളവിൽ നമ്മൾ മുറിച്ചെടുക്കുക. നീളത്തെ 2 പീസ് വെൽക്രോ മുറിച്ചെടുക്കണം, കുറുകയും 2 പീസ് വെൽക്രോ മുറിച്ചെടുക്കണം. നെറ്റിൻ്റെ ചുറ്റിനും നമ്മളൊരു ബോർഡർ പോലെ ഒരു പടി വെച്ച് കൊടുക്കുന്ന, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കറുത്ത കോട്ടൺ തുണിയാണ്. 2 ഇഞ്ച് വീതിയിൽ വിത്തിൽ നീളത്തെ മുറിച്ചെടുക്കണം. 2 ഇഞ്ചെന്ന് പറയുന്നത് വെൽക്രോൻ്റെ വീതി 1 ഇഞ്ച് സാധാരണ. അപ്പം അതിൻ്റെ ഇരട്ടിയാണ് എടുക്കുന്നത്. അപ്പം നമുക്ക് നല്ലപോലെ മടക്കി തേച്ച് തയ്ക്കാൻ പറ്റും. മുറിച്ച് 2 ഇഞ്ച് വീതിയിലെ തുണി ഇതുപോലെ പകുതിയായിട്ട് മടക്കണം. എന്നിട്ട് അയൺ ബോക്സ് കൊണ്ട് വൃത്തിയായിട്ട് തേച്ചെടുക്കണം. നടുക്കായിട്ട് മടക്കിയ ശേഷം 2 സൈഡിൽ നിന്നും കുറേശ്ശെ എടുത്ത് മടക്കി, അത് നടുക്കത്തെ വരയിൽ വരുന്ന പോലെ മടക്കി നല്ലപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് മടക്കിയിട്ട് പിന്നെ അയൺ ബോക്സ് കൊണ്ട് തേച്ച് ഫ്ലാറ്റ് ആക്കണം. മടക്കുന്നത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. കോട്ടൺ സ്ട്രിപ്പ് വെട്ടുന്നത് വെൽക്രോ വെട്ടിയതിനെക്കാട്ടിലും ഒരു 2 സെന്റിമീറ്റർ കൂട്ടിയിടണം. ഇനി വെൽക്രോ എങ്ങനെയാണ് നെറ്റിൽ തയ്ച്ച് പിടിപ്പിക്കുന്നത് നോക്കാം. വെൽക്രോ അടിയിലാണ് വെക്കേണ്ടത്, നെറ്റിൻ്റെ അടിവശത്തായിട്ട് വെക്കണം. ആ സോഫ്റ്റായിട്ടിരിക്കുന്ന വെൽക്രോ സൈഡാണ് എടുക്കേണ്ടത്. അത് ലൂപ്പ് സൈഡ് എന്ന് പറയും. ഞാൻ ഈ തയ്ക്കുന്നത് ശ്രദ്ധിച്ച് നോക്കണം. വെൽക്രോ 2 സൈഡിലും തയ്ക്കണം. കറുത്ത തുണി അറ്റം മടക്കിയിട്ട് നെറ്റിൻ്റെ മുകളിൽ കൂടെ തയ്ക്കും. 2 സൈഡും ഇതും തയ്ക്കണം. അതൊരു ബോർഡർ പോലെ നിൽക്കും. ആ നെറ്റിന് ചുറ്റിനും ഇങ്ങനെ നിൽക്കും. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തയ്ച്ച ഒരു ഭംഗിയാണ്.
വെൽക്രോ ശ്രദ്ധിച്ച് 4 സൈഡിലും തയ്ക്കണം. പിന്നെ കറുത്ത തുണി അതുപോലെ തന്നെ ചുറ്റും തയ്ക്കണം. കോർണേഴ്സ് തയ്ക്കുന്നതൊന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ 2-3 തയ്യൽ വരും, എന്നാലേ അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുമല്ലേ, എല്ലാം ഇളകി വരും. തയ്ക്കുമ്പം തുടങ്ങുമ്പോഴും ഒരു കെട്ടിടണം, അവസാനവും കെട്ടിടണം, തയ്യൽ ഇളകി വരാതിരിക്കാനാണ്. മോസ്കിറ്റോ നെറ്റിൻ്റെ തയ്യലെല്ലാം കഴിഞ്ഞ് ഇതെങ്ങനെയാണ് നമുക്ക് ജനലിൽ ഒട്ടിക്കാൻ നോക്കാം. വെൽക്രോ റഫായിട്ടുള്ള സൈഡ്, അത് ഹുക്ക് ടീപ്പ്, അത് നമ്മൾ നേരത്തെ വെട്ടിയ നെറ്റിൻ്റെ സൈസ് ലെങ്ത്തും വെത്തും അതേപോലെ വെട്ടണം. കുറച്ച് 1 ഇഞ്ച് കുറയ്ക്കേണ്ടി വരും, പക്ഷെ അത് നോക്കിയിട്ട് വേണം വെട്ടാൻ. നമ്മളിപ്പോൾ ഒരു ടേപ്പ് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പുറത്തൂടെ മറ്റേ ടേപ്പ് വരരുത് വിൻഡോയിൽ ഒട്ടിക്കുമ്പം. അത് വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. മുറിച്ച ടേപ്പ് നമ്മൾ വിൻഡോ നെറ്റിൻ്റെ സൈഡിൽ 4 സൈഡിലും ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പം നമ്മൾ വിൻഡോ ഫ്രെയിമിൽ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് മാത്രമേ ആ സൈഡിൽ നിന്ന് എടുക്കാവുള്ളൂ. അപ്പോൾ ഓരോ ടേപ്പും പല സൈസ് ആയതുകൊണ്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കാൻ പാടാം, ഒന്ന് ശ്രദ്ധിക്കണേ. ഇനിയും ഓരോ സ്ട്രിപ്പായിട്ട് ഫെവിക്കോൾ SR998 ഞാൻ യൂസ് ചെയ്യുന്നത്. ആ പശ തേച്ച് വിൻഡോ ഫ്രെയിമിൽ ഒട്ടിക്കണം. നല്ല വൃത്തിയായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെക്കണം. അടുത്ത് ടേപ്പ് ഒട്ടിക്കുന്നത് ഈ ഗ്യാപ്പിൽ വരണം. താഴത്തെ സ്ട്രിപ്പ് ഇപ്പം ഫുള്ളായിട്ട് ഒട്ടിച്ചാൽ അടുത്തത് ഒട്ടിക്കുന്നത് അതിൻ്റെ മുകളിൽ നിന്നായിരിക്കണം, അതിൻ്റെ പുറത്ത് വരരുത്. ഹുക്ക് ടേപ്പ് ജനൽ പടിയിൽ 4 വശത്തും ഒട്ടിക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഉണങ്ങണം. അങ്ങനെ മോസ്കിറ്റോ നെറ്റ് ഒട്ടിച്ച് ഒരു പ്രൊഫഷണൽ ലുക്കില്ലേ. നിങ്ങൾക്കും വീട്ടിൽ കൊതുക് മറ്റ് പ്രാണികൾ ഇല്ലാതിരിക്കാൻ ഇതുപോലെ ചെയ്യാം. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.